മാതൃശരണമേ. അവയുടെ കൊണ്ടുള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണനീന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന് അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കണ്ണിയോ മാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാമറിയമേ, ആമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വശക്തന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവ്വശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യമറിയത്തിന്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദൈവത്തിന് യോഗ്യമായ പീഠമായപ്പോൾ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയായി ഈ ലോകത്തുള്ള സകല ആപത്തുകളും നിത്യമണത്തുന്ന രക്ഷപ്പെടാൻ കൃപയണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് അന്നേരണമേ. ആമേൻ. എത്രയും തേള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷരെ ഒരുവനെങ്കിലും നീ ഉപേക്ഷ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്യത്തെ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ പാതയിൽ ഞാൻ അണയുന്നു. നിരപ്പെട്ട് കണ്ണുനടച്ചതി പാവിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിസ്സന്നതിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. നിശ്ചയ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനോട്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശ്യ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശ്യ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. സ്തുതിയായിരിക്കട്ടെ. ഭാരമേറും ജീവിതം വിളക്കുമായി നീങ്ങിടും ജീവിതം ഭാരമേറും ജീവിതം വിളക്കുമായി നീങ്ങിടും ജീവിതം വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം നൽകിടേണമേ നാഥ. വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം നൽകിടേണമേ നാഥ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു
രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ രുചിച്ചറിയാനുള്ള ഞങ്ങളുടെ എളിയ ശ്രമത്തെ അങ്ങ് ആശീർവദിക്കണമേ. സങ്കീർത്തനം 51:5. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. റോമ 3:23. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. കാരുണ്യവാനായ ദൈവമേ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന ഞങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് അറിയാനായും ശരിയായി മനസ്സിലാക്കുവാനായും ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന മിസിയോ കുടുംബത്തെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. ഈ കോഴ്സിന്റെ രക്ഷാധികാരി അഭിമന്യ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്റർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും മറ്റെല്ലാ പുരോഹിതരെയും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആലിസൂട്ടി ചേച്ചിയെയും ടോമിച്ചൻ ചേട്ടനെയും തോമസ് ബ്രദറിനെയും ക്ലീറ്റസ് ബ്രദറിനെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ മെന്റേഴ്സിനെയും ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഉദ്യമങ്ങൾ ഫലപ്രദമാകുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷവത്കരണത്തിനായി ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപമെടുത്ത മിസിയോ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന പ്രിലിംസ് കോഴ്സിന്റെ 16ാമത് ബാച്ചിന്റെ 3ാമത്തെ സെഷനിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ അനുഗ്രഹീത വേളയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച ലിസി സണ്ണി ചേച്ചിക്കും കുടുംബത്തിനും
ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിമനോഹരമായ ഗാനം ആലപിച്ച സാന്ത ചേച്ചിക്കും തീക്ഷ്ണതയേറിയ പ്രാർത്ഥനയിലൂടെ നമ്മെ നയിച്ച ഡെയ്സി ചേച്ചിക്കും ഒത്തിരി നന്ദി. നമ്മുടെ മിസിയോ കൂട്ടായ്മയുടെ ആത്മീയ പിതാവും രക്ഷാധികാരിയും മിസിയോ ചിക്കാഗോ രൂപതാധ്യക്ഷനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറ്റവും ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമാപന ആശീർവാദവും സന്ദേശവും നൽകുന്ന മാത്യു പുതിയാത്തച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസിയോ കൂട്ടായ്മയുടെ നെടുംതൂണായി എന്നും പ്രവർത്തിക്കുന്ന പ്രൊഫസർ CC ആലീസുകുട്ടി ആന്റിയെയും ആന്റിയോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ റീസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേഴ്സിനെയും മെന്റേഴ്സിനെയും എല്ലാ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയും ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചത്തെ സെഷനിലൂടെ മനസ്സിലാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സബ് ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കപ്പെട്ട ദൈവവചനത്തിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും നാം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി. ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ, അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും കഴിയുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരമായിരിക്കും ഇന്നത്തെ സെഷൻ. രണ്ടാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ സെഷന്റെ പ്രൊക്ലമേഷന് വേണ്ടി സെൽഡ ജോർജ്, സെൽഡ ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണ്. നമ്മുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥ ഒരു കാർമേഘം പോലെ ദൈവസ്നേഹാനുഭവത്തിൽ നിന്ന് നമ്മെ തടയുന്നു. മനുഷ്യനു വേണ്ടിയുള്ള ദൈവിക പദ്ധതിയും ദൈവിക പദ്ധതിയോടുള്ള മനുഷ്യന്റെ നിഷേധവുമാണ് പാപം എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത്. എന്തായിരുന്നു മനുഷ്യന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി? ഉൽപ്പത്തി 1:26 പറയുന്നു, അവിടുന്ന് അവനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതെ, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിൽ ആത്മാവും ശരീരവും മനസ്സും ഉള്ളവനായി സൃഷ്ടിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യം നൽകി അവനെ അനശ്വരനാക്കി. വിശുദ്ധിയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. വിശുദ്ധമായ ശരീരവും സ്വതന്ത്രമായ ആത്മാവും സമാധാനമുള്ള ഒരു മനസ്സും അവന് നൽകപ്പെട്ടു. ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കി. കൃഷി ചെയ്യുവാനും സംരക്ഷിക്കാനുമാണ് അവനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയത്. ജ്ഞാനം 9:12 പറയുന്നു, ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കുവാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും നയിക്കുവാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണ് അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. വിശുദ്ധമായി ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനുമായിട്ടാണ് മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയത്. എന്നാൽ സാത്താന്റെ വഞ്ചനയ്ക്ക് അടിമയായ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചു, ദൈവ പദ്ധതി നിഷേധിച്ചു. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ വിശുദ്ധമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പാപാവസ്ഥയിലേക്ക് മാറിപ്പോയി. സാത്താൻ പറഞ്ഞു, ആ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ പോലെ തന്നെയാണെന്നും ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും സാത്താനും അറിയാമായിരുന്നു. എന്നാൽ നുണയനായ അവന്റെ മാസ്മരികമായ വാക്കുകൾക്ക് അടിമയായിപ്പോയ മനുഷ്യൻ ക്ഷണനേരത്തേക്ക് തന്റെ ഛായയും സാദൃശ്യവും മറന്ന് ദൈവകൽപ്പന ലംഘിച്ചു. അങ്ങനെയാണ് ദൈവ പദ്ധതി അവൻ നിഷേധിച്ച് പാപാവസ്ഥയിലായത്. സാത്താനാൽ മനുഷ്യൻ തോൽപ്പിക്കപ്പെട്ടു. 2 പത്രോസ് 2:19 പറയുന്നു, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ്.
റോമ 6:16 പറയുന്നു, നിങ്ങൾ അനുസരണയുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അങ്ങനെ സാത്താന് അടിമയായി തീർന്ന മനുഷ്യർ ദൈവസ്നേഹത്തിൽ നിന്നകന്ന് പാപത്തിനും പാപാവസ്ഥയ്ക്കും അടിമയായി. അടിമത്തമാണ് സാത്താന്റെ ആയുധം. അവൻ നമ്മളെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അതുപോലുള്ള തഴക്കദോഷങ്ങൾക്കും അടിമയാക്കുന്നു, സുഖഭോഗങ്ങൾക്കും ജഡമോഹങ്ങൾക്കും അടിമയാക്കുന്നു, അധികാരങ്ങൾക്കും ആഡംബര ഭ്രമങ്ങൾക്കും അടിമയാക്കുന്നു. പിന്നെ നുണയനായ അവന്റെ ആയുധം നുണ തന്നെയാണ്. തെറ്റായ ബോധ്യങ്ങൾ നൽകുക, മതിഭ്രമങ്ങളും അബദ്ധധാരണകളും തെറ്റായ വിശ്വാസങ്ങളും ലോകത്തിൽ വിതയ്ക്കുക, ഇതൊക്കെ അവന്റെ ആയുധമാണ്. ഉദാഹരണത്തിനായി അബോർഷൻ, എവുത്തനേസിയ, ലിവിങ് ടുഗദർ, ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയവ സപ്പോർട്ട് ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നു വരുന്നു. അവൻ മനുഷ്യന്റെ മഹത്വത്തെ താഴ്ത്തിക്കെട്ടുന്നു. മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യന്റെ മഹത്വത്തെ താഴ്ത്തിക്കെട്ടുന്ന പല കാര്യങ്ങളും അവൻ നടത്തുന്നു. LGBTQ എന്നിങ്ങനെയുള്ള പല ലേബലുകൾ മനുഷ്യന് നൽകപ്പെടുന്നു. എന്തിനാൽ ലാസ്റ്റ് ക്യൂ കൊറിയാണ്. മനുഷ്യന്റെ സ്വത്വം പോലും എന്തെന്നറിയാത്ത അവസ്ഥ. മനുഷ്യന് ഈ വിധത്തിലുള്ള ഒരു ലേബലുകളും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് പല കുറവുകളും ഉണ്ടായേക്കാം. മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡായ ആൾക്കാരുണ്ട്. ദാരിദ്ര്യവും രോഗവും മൂലം കഷ്ടപ്പെടുന്ന, കുറവുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ ജീവിതത്തിൽ പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ മൂലവും മറ്റുള്ളവരുടെ തെറ്റുകൾ മൂലവും പല കുറവുകളും നമ്മൾക്കുണ്ടായേക്കാം. പല വിധത്തിലുള്ള ക്രമക്കേടുകൾ ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും ദൈവിക നിറവിൽ നിന്നും ദൈവം ക്രമീകരിച്ചിരുന്ന ജീവിതത്തിൽ നിന്നും പുറത്തായതോടെയാണ് മനുഷ്യന് കുറവുകളും ക്രമക്കേടുകളും അനുഭവിക്കാൻ തുടങ്ങിയത്. മനുഷ്യന്റെ ക്രമക്കേടിന്റെ ആദ്യത്തെ ഇര മനുഷ്യൻ തന്നെയായിരുന്നു. ആ മനുഷ്യന്റെ ആത്മാവും ശരീരവും മനസ്സും തമ്മിലുള്ള ലയം നഷ്ടപ്പെട്ട് ശരീരം ആത്മാവിന്റെയും മനസ്സിന്റെയും യജമാനനായി. ശരീരത്തിന്റെ ആശകളെയും ദുരാശകളെയും വ്യാമോഹങ്ങളെയും തൃപ്തിപ്പെടുത്തുവാനുള്ള നെട്ടോട്ടമായി പിന്നീടുള്ള മനുഷ്യന്റെ ജീവിതം. അവന്റെ പാവം ആത്മാവിനെ അവൻ മറന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് കുറവുകൾ ഉണ്ടാകാം. പക്ഷെ എത്രയൊക്കെ കുറവുകൾ ഉണ്ടായാലും മനുഷ്യൻ എന്നുള്ളത് തന്നെയാണ് മനുഷ്യന്റെ മഹത്വം. മനുഷ്യന് പകരം വെക്കാനായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. കാരണം മനുഷ്യന് പകരക്കാരനായത് ദൈവമാണ്. ആയതിനാൽ ഓരോ മനുഷ്യാത്മാവും വിലപ്പെട്ടതാണ്. ദൈവത്തിൽ നിന്ന് അകലും തോറും നമ്മൾ ലോകത്തിൻ്റെതായ തെറ്റായ ബോധ്യങ്ങളിലേക്കും അബദ്ധധാരണകളിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും വീണ് പാപത്തിന് അടിമകളാകുന്നു. ദൈവമായുള്ള അകലം വർദ്ധിക്കും തോറും നമ്മുടെ പാപത്തിന്റെ ഗ്രാവിറ്റിയും കൂടുന്നു. സങ്കീർത്തനം 38:4, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു, അവ എനിക്ക് താങ്ങാനാകാത്ത ചുമടായിരിക്കുന്നു. ദൈവമായുള്ള ബന്ധം തകരുന്നതോടെ മാനുഷികമായ നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും തകർച്ച സംഭവിക്കുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഇവയിലെല്ലാം തകർച്ചയുണ്ടാകുന്നു. ദൈവവുമായി അകലുന്നതിലൂടെ നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാകുന്നു. സുഹൃത്തുക്കളും അയൽവക്കക്കാരും സഹപ്രവർത്തകരും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നു. പിന്നെ സാമൂഹിക വ്യവസ്ഥിതികളിൽ തകർച്ചയുണ്ടാകുന്നു. സമൂഹത്തിൽ അരാജകത്വവും അധാർമികതയും മൂല്യ തകർച്ചയും സാമ്പത്തിക തകർച്ചയും അങ്ങനെ തകർച്ചകളുടേതായ പല മേഖലകളും കടന്നു വരുന്നു. സമൂഹത്തിന്റെ നമ്മുടെ സ്ഥാപനങ്ങളിൽ അഴിമതിയും സ്വജന പക്ഷപാതവും നടമാടുന്നു. അങ്ങനെ പാപത്തിന്റെ ഓരോ ലെവലും കൂടി മനുഷ്യനും പ്രകൃതിയും പ്രപഞ്ചവുമായിട്ടുള്ള ഹാർമണി നഷ്ടപ്പെടുന്നു. പ്രപഞ്ചവും എല്ലാമായിട്ട് നമ്മൾ ശത്രുതയിലാകുന്നു. ഈ പാപാവസ്ഥയുടെ ഉത്തരവാദിത്വം മനുഷ്യന് തന്നെയാണ്. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം ഒരു പ്രതീകമാണ്.
നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് ചോയ്സ് മനുഷ്യൻ തന്നെ സാത്താന്റെ വാക്ക് കേട്ട് ഓപ്റ്റ് ചെയ്തു. ആയതിനാൽ തൻ്റെ നന്മയുടെയും തൻ്റെ തന്നെ തെറ്റിന്റെയും ഉത്തരവാദിത്വം മനുഷ്യൻ തന്നെയാണ്. ലേവ്യർ 5:17 പറയുന്നു, കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അത് അറിയാതെയാണ് പ്രവർത്തിച്ചത് എങ്കിൽ പോലും അവൻ കുറ്റക്കാരനാണ്. തൻ്റെ തെറ്റിന് അവൻ ഉത്തരവാദിയായിരിക്കും. ഇനി പാപത്തിന്റെ ഫലങ്ങളോ? പാപം മൂലം രോഗവും മരണവും വേദനയും സഹനവും അധ്വാനവും അസമാധാനവും കുറ്റബോധവും തകർച്ചയും കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, റോമ 1:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും. ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. ജ്ഞാനം 2:23-24 വാക്യങ്ങൾ പറയുന്നു, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. റോമ 3:10-12 വാക്യങ്ങൾ പറയുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ ഈ പാപാവസ്ഥയിൽ നിന്നും, നമ്മുടെ പാപത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും, പാപത്തിന്റെ ഫലങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷ പ്രാപിക്കും? ആര് നമ്മളെ രക്ഷിക്കും? റോമ 7:24 പറയുന്നു, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പാപാവസ്ഥ എങ്ങനെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്നും നമ്മുടെ ജീവിതത്തെ പാപാവസ്ഥ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിമനോഹരമായ വചന പ്രഘോഷണത്തിലൂടെ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയും നമുക്ക് വ്യക്തമാക്കി തന്ന സെൽഡ ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ടെസ്റ്റ് മണിക്കായി ബാബു വർഗീസ് ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപം അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുത്തെ സ്വരം നിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നില്ല. യെശയ്യാ പ്രവചനം 59:2 അതുപോലെ പുറപ്പാട് പുസ്തകം 9:16 പറയുന്നു, എൻ്റെ ശക്തി നിനക്ക് ഞാൻ കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രവേശിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഈ 2 വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായതായി എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കില് ചുങ്കപ്പാറ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നത് ബോംബെയിലായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞാണ് നാട്ടിലേക്ക് വന്നത്. എനിക്ക് ഭാര്യയും 2 മക്കളുമാണ് എൻ്റെ കുടുംബം. മൂത്ത മകൻ IT എഞ്ചിനീയറായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അവന് വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. ഇളയ മകൾ MSc കഴിഞ്ഞിട്ട് BEd ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനൊരു മലങ്കര കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പത്തിൽ സൺഡേ സ്കൂളും ഒക്കെ പഠിച്ച് എല്ലാവരും പോലെ എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തി നല്ല വിശ്വാസത്തോട് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ വിദ്യാഭ്യാസം കൂടി വരും തോറും ഞാൻ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുകയായിരുന്നു. എന്നെ അച്ചാച്ചൻ ഒരു ടീച്ചറായിരുന്നു. അപ്പം എന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ നടത്തി തന്ന, ഞാനൊരു എഞ്ചിനീയറാണ്, തന്ന് വളർത്തി. അപ്പോൾ വിദ്യാഭ്യാസം കൂടും തോറും ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി ഞാൻ. അങ്ങനെ അകർന്നകർന്ന് ദൈവനിഷേധവും ദൈവമില്ല എന്ന നിലയിലേക്ക് എത്തി. പലരോടും പറയാറുണ്ടായിരുന്നു, ദൈവമില്ല, ഇതൊക്കെ വെറും തട്ടിപ്പുകളാണ്, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും സഭയെയും മൊത്തത്തിൽ വിമർശിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ ബോംബെയിലേക്ക് ജോലിക്കായി ട്രെയിൻ കയറി. ബോംബെയിലെത്തി. വളരെ നാളുകൾ ശ്രമിച്ചിട്ടും ഒരു ജോലി തരപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ദൈവത്തിൽ നിന്ന് അകലുകയായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്നതിലും ദൈവത്തിനൊന്നും കാര്യമില്ല. ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ജോലി തരാൻ സാധിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് എത്തി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകലും തോറും എന്നിൽ വിദ്വേഷവും വിഷാദവും ഒക്കെ വളർന്നു വന്നു.
ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലിയൊന്നും ഉണ്ടാകുന്നില്ല. എൻ്റെ വീട്ടുകാരോടും നാട്ടുകാരോടും എനിക്ക് സുഹൃത്തുക്കളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ സുഹൃത്തുക്കളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഒതുങ്ങിക്കൂടാൻ, നിസ്സംഗതയായി ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയോ എനിക്ക് വളരെ കാലത്തിന് ശേഷം ഒരു ജോലി ലഭിച്ചു. ആ ജോലിയിൽ ഞാൻ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ച് അവർ ഒരു പ്രൊജക്ട് എഞ്ചിനീയറായിട്ടാണ് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. പ്രൊജക്ട് എഞ്ചിനീയർ പറഞ്ഞാൽ സൈറ്റിൽ പോയി സൈറ്റ് നോക്കുക, സൈറ്റിനനുസരിച്ച് പ്രൊജക്ട് ഉണ്ടാക്കുക, അത് ഡിസൈൻ ചെയ്ത് പ്രാവർത്തികമാക്കി അവിടെ കൊണ്ട് കമ്മീഷൻ ചെയ്ത് ആദ്യത്തെ ബാച്ച് അവർക്ക് എടുത്തു കൊടുക്കണം. അത് മെയിൻലി ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഡിസ്റ്റിലറി ആയിരുന്നു. അതായത് ആദ്യത്തെ ബാച്ച് ആൽക്കഹോൾ എടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കണം ലക്ഷക്കണക്കിന്. ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ 7 ലക്ഷം ലിറ്ററൊക്കെ ഒരു ദിവസം ബോട്ടിൽ ചെയ്യുന്ന പ്രൊജക്റ്റുകളായിരുന്നു. അപ്പോൾ അത് സൈറ്റ് നോക്കാനായിട്ട് ഞാൻ ബോംബെയിൽ നിന്ന് സത്താറ എന്ന സ്ഥലത്തേക്ക് യാത്രയായി. 1992 യാത്രയായി. അവിടെ ചെന്ന് സൈറ്റൊക്കെ നോക്കി സ്കെച്ചൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ ആള് തെറ്റി ആരോ എന്നെ ആക്രമിച്ചു. കാരണം അവർക്ക് ആള് തെറ്റിയതായിരിക്കും. അവരെന്നെ പിടിച്ചുകൊണ്ട് പോയി എന്തോ സെഡേഷൻ തന്നു. സെഡേഷൻ എനിക്ക് ബോധം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ സെഡേഷൻ ആയിരുന്നെന്ന്. എന്നിട്ട് അവരുടെ ചുറ്റുപാടുകളൊക്കെ ഞാൻ കണ്ടെന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ സെഡേഷൻ തന്നിട്ട് അവരെന്നെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ തള്ളുകയായിരുന്നു. കാരണം ബോംബെ പട്ടണത്തിൽ 2 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയിൽ ട്രെയിൻ ഓടുന്ന സ്ഥലമാണ്. ഞാൻ ബോംബെ പട്ടണത്തിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നാൽ പീസുകളായി പോകുന്ന അവർക്കറിയാം. ഇപ്പം ട്രെയിനിൽ തള്ളി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ 2-3 ദിവസം ബോംബെയിൽ ട്രെയിൻ ഓടിയില്ല. വെള്ളപ്പൊക്കം, അതുപോലെ മഴയായിരുന്നു. അപ്പം ഞാൻ ഉണരുന്നത് റെയിൽവേ ട്രാക്കിലാണ്. റെയിൽവേ ട്രാക്കിൽ ഉണർന്നു കഴിഞ്ഞ് തപ്പിത്തിറഞ്ഞ് എഴുന്നേറ്റിട്ട് എഴുന്നേൽക്കാൻ മേല, നിൽക്കാൻ മേല, വീഴുക. ഈ മഴ കാരണം ചള്ളയും ഒക്കെ ഉള്ളതുകൊണ്ട് മുടിയൊക്കെ ചെടകെട്ടി റിയൽ ഒരു ഭ്രാന്തനെ പോലെയായി. അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് മഴകൾ വളരെ നനഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും, ടിക്കറ്റ് എടുക്കണമെന്നുള്ള ഉദ്ദേശിച്ചു. പക്ഷെ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആഭരണങ്ങളും സ്പെക്സും എല്ലാം പോയി. ആകെ ഷൂ പോലും നഷ്ടപ്പെട്ടു. ഇരുന്ന ഡ്രസ്സ് മാട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ വീഴും. പലരോട് വഴി ചോദിക്കുമ്പോൾ അവർ പറയുന്നു, കാരണം എൻ്റെ നാക്ക് സദ്യയിൽ പൊങ്ങുന്നില്ല. നമ്മൾ ഈ വഴി ചോദിക്കുന്നുണ്ട്, മനസ്സിൽ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ പറയുന്നു ഭ്രാന്തനാണെന്ന് തോന്നുന്നു, അത് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഒഴിയാൻ തുടങ്ങി. പിന്നെയും ഞാൻ സന്ധ്യ കഴിയുമ്പോൾ 2-3 ദിവസം ഇങ്ങനെ കറങ്ങി. സന്ധ്യ കഴിയുമ്പോൾ പേടിയുണ്ട് മനസ്സിൽ. കാരണം ഇവർ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. ആ പേടികളുണ്ട്. ലൈറ്റ് കാണുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. എവിടെ ലൈറ്റ് കാണുന്നു അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും അത് ഗുണ്ടാകളുടെയൊക്കെ താവളമായിരിക്കും. അവർ വീണ്ടും നമ്മളെ ഉപദ്രവിക്കും. ഇങ്ങനെ നടന്ന് മഴ നനഞ്ഞ് സുറേഷ ബോധം വരാൻ തുടങ്ങി. പക്ഷേ ബോധം നഷ്ടപ്പെടും, വീണ്ടും വരും. സുബോധം നഷ്ടപ്പെടുക, ബോധമുണ്ട്, സുബോധം നഷ്ടപ്പെടും. അവൻ എവിടെയാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇല്ല. അങ്ങനെ ചെന്ന ആൾക്ക് നനഞ്ഞ് വീണ്ടും സുബോധം കുറേശ്ശെ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കും ടിക്കറ്റ് എടുക്കാൻ. പക്ഷെ പൈസയിൽ 5 പൈസ പോക്കറ്റിലില്ല. ക്യൂവിൻ്റെ വിൻഡോയുടെ അടുത്ത് ചെല്ലുമ്പം എനിക്ക് മനസ്സിലാകും പൈസയില്ല. അപ്പോൾ വീണ്ടും പോയി ഇച്ചിരി കഴിയുമ്പോൾ മാറിപ്പോയിട്ട് വീണ്ടും വന്ന് ക്യൂവിൽ നിൽക്കുകയാണ് വീണ്ടും ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ നടന്ന് സുബോധം കുറേശ്ശെ ആയി തുടങ്ങിയപ്പോൾ റെയിൽവേ ട്രാക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കള്ളർ ട്രെയിൻ കയറി വീട്ടിൽ പോകാൻ വേണ്ടി. കാരണം നാട്ടുകാരോട് ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ പോകുന്ന വഴിയാണ്. ആ നിലയിലായി ഞാൻ. അതുപോലും അറിയാൻ മേലാത്ത അവസ്ഥയിലായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കള്ളർ ട്രെയിൻ കയറി വീട്ടിൽ ചെന്നപ്പോഴും നല്ല ബോധത്തിലല്ല, ഇടയ്ക്ക് ബോധം പറയും. അപ്പം എൻ്റെ അമ്മാച്ചനും ഉണ്ട്, പെങ്ങളും ഉണ്ട് അവിടെ. അപ്പം അമ്മാച്ചനെ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലെത്തി അവർ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 hours കഴിഞ്ഞു. അതിന് മുമ്പായിരുന്നെങ്കിൽ എന്താണ് സെഡേഷൻ ഇഞ്ചെക്ട് ചെയ്തതെന്ന് പറയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് കണ്ണ് ശരിക്കും കാണില്ല, വായിക്കാൻ പറ്റുന്നില്ല ശരിക്ക്. ഇങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അമ്മാച്ചൻ ഒരു മാർത്തോമാക്കാരനാണ്. പുള്ളിയുടെ വിശ്വാസം അനുസരിച്ച് പുള്ളി ഒരു വൈദികൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. വൈദികൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദികൻ പറഞ്ഞു, അവരുടെ ഉദ്ദേശം നിന്നെ തട്ടുക എന്നുള്ളതായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞില്ല. ഞാൻ ഏതെങ്കിലും മാഹിമിലൊരു മാതാവിൻ്റെ നാമത്തിലൊരു ചർച്ച് പള്ളിയുണ്ട്. അവിടെ എല്ലാ ബുധനാഴ്ചയും നൊവേന നടക്കാറുണ്ട്, രാവിലെ മുതൽ പാതിരാ വരെ. അപ്പം ഞാൻ അവിടെ പോകുമായിരുന്നു. കാരണം എനിക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ, മാതാവിനോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും. അപ്പോൾ വൈദികൻ പറഞ്ഞു, നീ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നീ രക്ഷപ്പെട്ടതല്ലേ, നീ തട്ടിപ്പോയനെന്ന്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് സുബോധമായി കഴിഞ്ഞപ്പോൾ ഈ അച്ഛനിതൂടെ പറയുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങി. കാരണം എന്നെ അവിടുന്ന് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് ദൈവമല്ല. പ്രമാണ പുസ്തകം ഞാൻ പറഞ്ഞതുപോലെ ദൈവമാണ് എന്നെ രക്ഷിച്ചതെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ എടുത്തി. കാരണം അല്ലെങ്കിൽ ഞാൻ പീസായി പോയനെ. അപ്പം എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ദൈവ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ വൈദികനോട് പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുക. അപ്പം ഞാൻ പാപത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ആ പാപത്തിൽ എന്നെ വിട്ടുകളയാതെ ദൈവം എന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ കാര്യം. ദൈവ സ്നേഹത്തിലേക്ക് എന്നെ തിരിയാനുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്കുണ്ടായത്. കാരണം ധൂർത്തപുത്രന്
എൻ്റെ കാര്യം പറഞ്ഞതുപോലെ എന്നെ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല, തിരിച്ചു കൊണ്ടുവന്നു. കാരണം അതിനാണ് ദൈവം ഒരു ശിക്ഷ കൂടെ എനിക്ക് തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പാപത്തിലായിരുന്നു, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ധാരാളം നന്മകളുണ്ടായി. കാരണം കുടുംബത്തിൽ നന്മകളുണ്ടായി, എനിക്ക് നല്ല ജോലി ലഭിച്ചു. ഞാൻ റിട്ടയർ ആയത് എഞ്ചിനീയർ മാനേജറായിട്ടാണ്. എനിക്ക് ജോലി ലഭിച്ചു, കുടുംബത്തിൽ കുഴപ്പമില്ല, സന്തോഷമായി, എനിക്ക് സന്തോഷമായി, മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് എന്ന പള്ളിയിൽ. അതുപോലെ പ്രാർത്ഥനാ യോഗങ്ങളിൽ സുവിശേഷം പങ്കുവയ്ക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനിയുള്ള ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാരണം പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇനിയും എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി, മരണം എനിക്കൊരു നേട്ടവുമാണെന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനും ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും ആണ് എനിക്ക് താല്പര്യം. കാരണം എനിക്ക് ഒരു സുവിശേഷം എന്ന് പറയുന്ന സത്യത്തിൽ ഒരു യാചകൻ എവിടുന്ന് ഭക്ഷണം കിട്ടിയെന്ന് വേറൊരു യാചകനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് സുവിശേഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് എവിടുന്ന് രക്ഷ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഒരു കാരണവശാലും തള്ളിവിടുകയില്ല എന്നുള്ള സത്യം എല്ലാവരോടും ഞാൻ പ്രഘോഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബാബു ചേട്ടാ. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ പാപാവസ്ഥ എങ്ങനെയാണ് ദൈവവുമായുള്ള ബന്ധം തകർക്കുന്നതെന്നും സമൂഹവുമായും നമ്മോട് തന്നെയുമുള്ള ബന്ധം എങ്ങനെ പാപാവസ്ഥ മാറ്റം വരുത്തുന്നുവെന്നും ബാബു ചേട്ടൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനായി മേഴ്സി ടോമിച്ചൻ. മേഴ്സി ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഒരു വശത്ത് മനുഷ്യൻ ആധുനികതയുടെ എത്ര ഉന്നതത്തിലെത്തിയാലും മറുവശത്ത് മനുഷ്യകുലത്തെ ഒന്നടങ്കം അപകടമാം വിധം കീഴടക്കിയിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയാണ് ലോകത്തിന്റെ പാപാവസ്ഥ. ആദി മാതാപിതാക്കളുടെ പാപം മൂലം ഭൂമിയിൽ നല്ലവനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല എന്ന ഭയാനകമായ അവസ്ഥ സംജാതമായിരിക്കുന്നു. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും എത്ര ബലിഷ്ഠമായ മനുഷ്യനായാലും പക്ഷേ കഠിനമായ ബന്ധനത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുണ്ടെങ്കിലും ഒന്നിനും മനുഷ്യനെ തൃപ്തിപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും കഴിയാത്ത വിധം പാപാവസ്ഥ നമ്മെ ചൂഴ്ന്നിരിക്കുന്നു. കോബിദ് 12:10 പറയുന്നു, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പാപാവസ്ഥ നമ്മൾ കേട്ടു. സെൽഡ പറഞ്ഞു, എന്താണ് പാപാവസ്ഥ? ദൈവത്തിന്റെ അപരിമയമായ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കാനും തടസ്സമായി നിൽക്കുന്നതാണ് നമ്മുടെ പാപാവസ്ഥ. ദൈവിക പദ്ധതി എന്തായിരുന്നു? ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പർദീസയിലാക്കി. മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു. അങ്ങനെ ദൈവസ്നേഹാനുഭവം നഷ്ടമാക്കി. ഇതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് സകല അനുഗ്രഹ സമൃദ്ധിയോടും കൂടെ പർദീസയിൽ ചേർക്കപ്പെട്ട മനുഷ്യൻ തന്റെ തന്നിഷ്ടം കൊണ്ട് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകന്നു മാറി. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട മനുഷ്യൻ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ദൈവത്തിന് തട്ടിപ്പറിച്ച മനുഷ്യൻ മണ്ണിനോട് മല്ലടിച്ച ജീവിതം തുടരുന്നു. ദൈവമില്ലാത്ത ഇടം ഇരുട്ടാണ്. നൽകപ്പെട്ട നന്മകൾ അനുഭവിക്കാൻ കഴിയാത്ത വിധം ഇരുട്ടിലാക്കപ്പെട്ട മനുഷ്യകുലത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ശത്രു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. നമ്മൾ കേട്ടു സാത്താൻ ഫലം ഭക്ഷിക്കാൻ പറയണതും എന്നാൽ ദൈവത്തെ പോലെ ആകും എന്നുള്ളത്. ദൈവതുല്യരായി ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെയും സംശയത്തിന്റെ വിത്ത് വിതച്ച് അവനെ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും പറിച്ചു മാറ്റുന്ന സാത്താനിക തന്ത്രം. സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക് പോകുന്നു. അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. സാത്താന്റെ വാക്കനുസരിച്ചു, സാത്താന് സമർപ്പിച്ചു. നമ്മുടെ ഓരോ ചിന്തകളും ആലോചനകളും നമ്മുടെ പ്രവൃത്തികളിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിലാണ്. മനസ്സിൽ എന്തു നിരൂപിക്കുന്നോ അതാണ് സാവകാശത്തിൽ പ്രവൃത്തിപഥത്തിൽ എത്തുന്നത്.
അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ പാപത്തിന്റെ ചിന്തകൾ അവരെ തിന്മയുടെ സ്വരത്തെ അനുസരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു, സർവവും നഷ്ടമാക്കി. ഉൽപ്പത്തി 3:1-7 പറയുന്നു, സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. ദൈവിക ജീവനും അധികാരങ്ങളും സർവ സൗഭാഗ്യങ്ങളും നഷ്ടമായി. ദൈവിക സാന്നിധ്യത്തിൽ അനുഭവിച്ചിരുന്ന സകല നന്മകളും നഷ്ടമായി. ദൈവസന്നിധി തന്നെ ഭയമായി തീർന്നു. അറിവിന്റെ അഹന്തയിൽ നിന്നും ഭയത്തിന്റെ അടിമത്തിലേക്ക് വഴുതി വീഴുന്ന മനുഷ്യൻ ഒളിമാടങ്ങളിൽ അഭയം തേടുന്നു. ദൈവത്തിന്റെ കൂടെ ഒന്നിച്ചായിരുന്നവനെ തേടി ദൈവം ഇറങ്ങുന്നു. സാത്താന്റെ ഉപദ്രവങ്ങളിലൂടെ അവന് ലഭിച്ച തിരിച്ചറിവ് തുച്ഛമാണ് തെളിയിക്കുന്ന ഒരു ഒളിച്ചിരിപ്പ്. ദൈവത്തിന്റെ കണ്ണെത്താത്ത മറവുകളില്ലെന്ന് മനസ്സിലാക്കാത്ത വികലമായ തിരിച്ചറിവ്. യെശയ്യാ 59:2 നമ്മൾ കേട്ടു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ദൈവം എത്ര സ്നേഹിച്ചാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിന്റെ പാപങ്ങളുടെ കാർമേഘം നിന്നെ മൂടിയിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം ദർശിക്കാനാകാത്ത വിധം അത് നിന്നെ മറച്ചിരിക്കുന്നു. ആദിമ മാതാപിതാക്കളുടെ ദൗത്യം എന്തായിരുന്നു? ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നത്. അവർക്ക് അനുസരിക്കാനുണ്ടായിരുന്ന നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, മരിക്കും. സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണത്തിലൂടെ സർവ്വതും നോക്കി സംരക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു ആദി മാതാപിതാക്കൾ. സൃഷ്ടാവിന്റെ സ്നേഹ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ട് സ്വസ്ഥതയുടെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവർ. രണ്ടുപേരുടെ വാക്കുകൾ കേൾക്കുന്നു, ദൈവത്തിന്റെയും പിശാചിന്റെയും. ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുക, അനുസരിക്കുക, ജീവൻ ലഭിക്കും. എന്നാൽ പിശാചിന്റെ വാക്കുകൾ തിന്മയുടെ അടിമത്തം, മരണം. നിയമാവർത്തനം 30:15 ഇങ്ങനെ പറയുന്നു, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവന് നൽകപ്പെട്ട സ്വാതന്ത്ര്യമാണ്. എല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഭയത്തോടുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണ സൗന്ദര്യത്തോടെയുള്ള സ്നേഹമാണ്. ഇവിടെ ദൈവത്തിന്റെ വാക്കുകളെ നിഷേധിച്ച മനുഷ്യൻ സാത്താന്റെ വാക്കിന് അടിമയായി തിന്മയും മരണവും അവൻ സ്വീകരിച്ചു. പത്രോസ് 2:19 നമ്മൾ കേട്ട ഈ വചനം, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, എന്നാൽ പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടു. റോമ 6:16 വചനം നമ്മൾ കേട്ടു, നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. റോമ 3:10-12 പറയുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ആദി മാതാപിതാക്കളുടെ തിന്മ മൂലം അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞ മനുഷ്യൻ മുഴുവൻ മനുഷ്യവംശവും പാപാവസ്ഥയിലാണ് ഉരുവാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, ഒരുവൻ പോലും നല്ലവനായില്ല എന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. സങ്കീർത്തനം 51:5 പറയുന്നു, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. സ്വയം അപഭാവത്തോടെയുള്ള ഒരു വിലാപമാണിത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും യുദ്ധം ചെയ്യുന്ന ഒരു ആത്മാവിന്റെ വിലാപം. നമ്മുടെ മേലുള്ള ദുഷ്ടന്റെ സ്വാധീനത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആത്മാർത്ഥമായ വിലാപം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നത്, 1 യോഹന്നാൻ 5:19, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മൾ മാംസം സ്വീകരിച്ച് ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും
ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിൽ ആയതുകൊണ്ടും നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്നതുകൊണ്ടും നമുക്കും ഈ ദുഷ്ടന്റെ ശക്തിവലയത്തിന്റെ സ്വാധീനം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നാം കീഴ്പ്പെട്ടു പോകാറുമുണ്ട്. നമ്മുടെ ദുർഭഗാവസ്ഥയാണ് അത്. റോമ 6:22 പാപത്തിന്റെ വേതനം മരണമാണ്. സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യർ പാപത്തിന് അടിമപ്പെട്ടു പോയതോടെ മരണ സംസ്കാരത്തിന് അടിമപ്പെട്ടു പോയി. ബന്ധങ്ങൾ തകരുന്നു. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. ഒത്തിരി ആവേശത്തോടെ സ്വീകരിച്ച ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന വികലമായ വൈകാരികതയാണ് ഇവിടെ കാണുന്നത്. തിന്മകളിൽ പങ്കാളികളാകുന്നതോടെ പരസ്പര ബന്ധത്തിലെല്ലാം വിള്ളലുകൾ ഉണ്ടാകുന്നു. ഹൃദയത്തിലെ പൊരുത്തക്കേടുകൾ പരസ്പര പൊരുത്തക്കേടുകളായി പരിണമിക്കുന്നു. ഹൃദയ വികാരങ്ങൾ കലുഷിതമാകുമ്പോൾ അത് എല്ലാ ബന്ധങ്ങളും തകർക്കുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങെനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ. ബന്ധങ്ങൾ തകരുന്നു. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. സ്നേഹം നഷ്ടപ്പെടുന്നു. ഭയം വളരുന്നു. വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം, തന്നോട് തന്നെയുള്ള ബന്ധം നമ്മൾ ഉൾവലിയുന്നു. നാണമുണ്ടാകുന്നു. ലജ്ജയുണ്ടാകുന്നു. മറ്റു മനുഷ്യരുമായി ഉള്ള ബന്ധം തകരുന്നു. പഴി പറയുന്നു. കുറ്റം വിധിക്കുന്നു. സ്വയം ന്യായീകരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം ശത്രുതയിലാകുന്നു. ബന്ധങ്ങളുടെ തകർച്ച വലിയ അടിമത്തത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. ക്രിയാത്മകമായി ചെലവഴിക്കേണ്ട നമ്മുടെ സമയം ആരെങ്കിലും കവരുന്നുണ്ടെങ്കിൽ നാം അവരുടെ അടിമകളാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ സമയം നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ ചിലരോടൊക്കെയുള്ള പകയും വിദ്വേഷവുമാകാം. ചിലരോടുള്ള അധിക സ്നേഹമാകാം. എന്തു തന്നെയായാലും വൈകാരിക അടിമത്തം പാപത്തിന്റെ അടിമത്തത്തിലാണെന്ന് മനസ്സിലാക്കുക. കാലാവസ്ഥയിൽ വരുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും സ്വീകരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ അസ്വസ്ഥരാകുന്നു. ചൂട് കൂടിയാൽ പ്രശ്നം, തണുപ്പ് കൂടിയാൽ പ്രശ്നം. പ്രപഞ്ചത്തോട് പോലും ഗുസ്തി പിടിക്കുന്ന മനസ്സിന്റെ അടിമത്തത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സങ്കീർത്തനം 42:1 ഇങ്ങനെ കാണുന്നു: നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. സെയിന്റ് അഗസ്റ്റിന്റെ വാക്കുകൾ: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. തകർന്ന മനുഷ്യന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു. വീട്ടാനാകാത്ത വലിയ കടത്തിൽ നിബന്ധിച്ചു. പാപത്തിന്റെ അടിമത്തത്തിലായി. റോമ 7:15 ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പാപാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. നന്മ ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞു പോയിരിക്കുന്നു. തികച്ചും പരിതാപകരമായ അവസ്ഥ. ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? ഒരു പ്ലാവിൽ ചക്ക ഉണ്ടായാലും ഇല്ലായാലും അത് പ്ലാവ് തന്നെ. ഒരു മാവിൽ മാങ്ങ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് മാവ് തന്നെ. അതുപോലെയാണ് നമ്മളും. സ്വഭാവത്താൽ തന്നെ നമ്മൾ പാപികളാണ്. അവസരം വരുമ്പോൾ നമ്മിൽ നിന്നും തിന്മയുടെ ഫലങ്ങൾ പുറപ്പെട്ടേക്കാം. റോമ 7:19-20 നമ്മൾ കാണുന്നു: ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാപത്തിന്റെ മേഖലകൾ വല്ലാതെ നമ്മെ ഉലയ്ക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത അവസരങ്ങളിൽ അത് പുറത്തേക്ക് വരികയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വികലമാക്കുകയും ചെയ്യുന്നു. ലോസ് ദ കൺട്രോൾ ഓവർ എവറിത്തിങ്. എല്ലാ കൺട്രോളും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ലോസ് ദ കൺട്രോൾ ഓൺ സെൽഫ്.
നമ്മെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ആകുന്നു. റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? സ്വയം രക്ഷിക്കാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ ഉയർത്തുവാൻ ആരെങ്കിലും പുറമേ നിന്ന് വന്നാൽ മാത്രമേ കഴിയൂ. ഈ ആഴ്ചയിൽ മുഴുവൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പാപാവസ്ഥയുടെ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ദുർഭകാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കണമേ. ആമേൻ. താങ്ക് യു മേഴ്സി ചേച്ചി. പാപാവസ്ഥ എങ്ങനെയാണ് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നതെന്നും പരസ്പര സ്നേഹത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നതെന്നും മേഴ്സി ചേച്ചി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. അടുത്തതായി ചില അറിയിപ്പുകളാണ്. മിസിയോ പ്രിലിംസ് ബാച്ച് 16 മെയിൻ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലീറ്റസ് പോളുമായി ഈ നമ്പറിൽ 9037201651 ബന്ധപ്പെടുക. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സബ് ഗ്രൂപ്പ് ഉണ്ടാവേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസുകൾ ഉള്ള ഫുൾ മിസിയോ കോഴ്സ് ഫെബ്രുവരി 7 മുതൽ 12 വരെ കരകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് മാസം 10 മുതൽ 15 വരെ അടുത്ത കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ദയവായി 9019954230 അല്ലെങ്കിൽ 7012574557 എന്ന ഫോൺ നമ്പറുകളിലായി ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തിത്തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന ഇതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷന് വേണ്ടി ആലീസ് കുട്ടി ആന്റിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മള് കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ പാപാവസ്ഥയെ കുറിച്ചാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ കേട്ടത് ദൈവം സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, വ്യക്തിപരമായ വ്യവസ്ഥകളൊന്നും കൂടാതെ ദൈവത്തിന്റെ സർവശക്തിയോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഈ ആഴ്ച മുഴുവൻ അതിന് പിൻബലമായിട്ടുള്ള ദൈവവചനമൊക്കെ റിഫ്ലക്ഷൻസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ കേട്ടത് ദൈവം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. അതായത് ദൈവം പറുദീസായിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി കഥ കയറ്റടച്ച് മാലാഖമാരെ നിർത്തി അങ്ങോട്ട് കയറാത്ത വിധത്തിലാക്കിയെന്നൊക്കെ കേട്ടല്ലോ. ദൈവത്തിന്റെ പദ്ധതിയില് ഈ ദൈവ മനുഷ്യ പങ്കാളിത്തം, ഡിവൈൻ ഹ്യൂമൻ പാർട്ട്ണർഷിപ്പ് എന്നൊരു ഐഡിയ ഉണ്ട്. നമുക്കറിയാം. അതായത്
സെയിന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്റെ സഹകരണം കൂടാതെ നിന്നെ വീണ്ടെടുക്കാൻ രക്ഷിക്കാനാവില്ലെന്ന്. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാം ചെയ്തെന്നൊക്കെ നമുക്ക് നമ്മളെല്ലാവരും മാമോദിസ മുങ്ങിയവരും ഈ ഒരു മാതാവിനോട് പറഞ്ഞ പോലെ നന്മ നിറഞ്ഞവളെ സ്വസ്തി മാമോദിസൊക്കെ, എന്നാലും നമുക്ക് ഈ ഒരു വചനം കേട്ട് വിശ്വസിച്ചൊക്കെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തില് ഈ അനുഭവം വരിക. അതായത് തിയറി പോരല്ലോ, അനുഭവം വരണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഒരു ആഴ്ചകളിലൂടെ ഉള്ള നമ്മുടെ ഈ പ്രിലിമിനറി കോഴ്സിൽ ഇത് നമ്മുടെ ഒരു അനുഭവമാക്കാൻ, അതായത് ആ അഭിഷേകം ജ്ഞാനസ്നാനത്തിലൂടെ കിട്ടിയ അഭിഷേകത്തിന്റെ ഒരു ജ്വലിപ്പിക്കല് വരാൻ വേണ്ടിയാണ്. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ വിഷയമാണ് കൃത്യമായിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുകയും അതിനോടുള്ള നമ്മുടെ പ്രത്യുത്തരം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഉള്ളവരെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓർമ്മിച്ച് എല്ലാവരോടും ക്ഷമിക്കണമെന്നും എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്നും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർമ്മപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അതായത് നമ്മൾ ആ ലോകം മുഴുവൻ നമ്മൾ കേട്ടു, അതായത് നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന്. അതായത് നമ്മൾ സ്നേഹിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹം സ്വീകരിക്കാൻ പറ്റാത്തൊരു ലോകം, സ്ട്രക്ചറൽ സിൻ എന്നൊക്കെ സംവിധാനപരമായ ഒരു പാപാവസ്ഥ ലോകത്തിനുണ്ട്. അതിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടാലേ ഈ സ്നേഹ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്നത് അതേക്കുറിച്ചാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ്, നമ്മള് ആകെ പാപാവസ്ഥയിലാണ്, അടിമത്തത്തിലാണ്, അന്ധകാരത്തിലാണ്. സ്വയം സഹായിക്കാൻ സ്വയം രക്ഷിക്കാൻ നമുക്ക് പറ്റാത്ത ഒരു നിസ്സഹായതയുണ്ട്. അവരൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നാരെന്നെ വേർപെടുത്തും. തിന്മ ചെയ്യരുതെന്നുണ്ട്, നന്മ ചെയ്യണമെന്നുണ്ട്. ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യരുതെന്ന് വിചാരിക്കുന്ന തിന്മ തന്നെ ഞാൻ ചെയ്തു പോകുന്നു എന്നൊക്കെയുള്ള കരച്ചില് സെന്റ് പോളിന്റെ ഇതൊക്കെ നമ്മൾ കേട്ടതാ. അപ്പോൾ ഈ ആഴ്ചയില് നമ്മൾ ചെയ്ത പാപങ്ങളല്ല, നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചുള്ള ചിന്തയുമല്ല, അതൊക്കെ അടുത്തൊരു ലെവലിലാണ്. ഈ ആഴ്ചയിൽ നമ്മൾ ഒരു അവബോധത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് വരാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഒരു സ്ട്രക്ചർ വഴി തന്നെ ഭൂലോകത്തിലൊരു പാപാവസ്ഥയിൽ പെട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളെ രക്ഷിക്കാൻ പുറമേന്ന് വരണം. അതേ സമയത്ത് നമ്മുടെയും കൂടെ സഹകരണം വേണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ്. അപ്പോൾ ഈ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, അതായത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ബന്ധനത്തിലാക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്, നമ്മുടെ ആ നിസ്സഹായത, നമ്മുടെ ആ അന്ധകാരത്തിന്റെ അടിമത്തത്തിന്റെ ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ചുള്ള അവബോധത്തിലേക്കാണ് ഈ ആഴ്ചയിൽ നമ്മൾ കൂടുതൽ വരുന്നത്. ജോബി നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, 1 or 2 ഇവിടെ ദിവസം വന്ന് താമസിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും 1 or 2 ഒരാഴ്ചയോ 10 ദിവസമോ ഒക്കെ താമസിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ആർക്ക് വേണമെങ്കിലും വരാമെന്നുള്ള കാര്യങ്ങൾ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതാ. ഈ ഒരാഴ്ച നമ്മുടെ ഈ ഒരു അന്ധകാരത്തിന്റെ, ബന്ധനത്തിന്റെ, അടിമത്വത്തിന്റെ ആ ഗ്രാവിറ്റി, നമ്മൾ എത്രമാത്രം നിസ്സഹായരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ സഹായകമാകട്ടെ. അതിന് ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആലീസ് ആന്റി. തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെ, ലളിതമായ ഭാഷയിലൂടെ പാപാവസ്ഥ നാം എങ്ങനെ തിരിച്ചറിയണമെന്ന് വ്യക്തമാക്കി തന്ന ആലീസ് കുട്ടി ആന്റിക്ക് ഒത്തിരി നന്ദി. ആലീസ് കുട്ടി ആന്റി പറഞ്ഞതുപോലെ ഈ ഒരാഴ്ചക്കാലം നമ്മളിലുള്ള പാപാവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ആഴത്തിൽ ചിന്തിക്കുവാനും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നത് മാത്യു പുതിയാത്ത് അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വത്തിലൂടെ മിസിയോ 16ാമത് ബാച്ചിൽ ഓൾ ഇന്ത്യ തലത്തിൽ ലത്തീൻ സഭയുടെ കാറ്റക്കിസം ടീച്ചേഴ്സ് 16ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നത് ഏറെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി മാത്യു പുതിയാത്ത് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
സോറി, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് നമ്മുടെ ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വളരെ ഹൃദയസ്പർശിയായ അനുഭവ സാക്ഷ്യം കേൾക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഇന്ന് ഈ സെഷനിൽ കൂടെ പങ്കെടുക്കുമ്പോൾ സാധിച്ചു. ആ സാറിൻ്റെ അനുഭവം, ജീവിതാനുഭവം പങ്കുവച്ചപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധിയായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവവും ഞാനപ്പോൾ ഓർത്തു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ അനന്തമായ സ്നേഹവും പരിപാലനയും എപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് ഇടവരുമ്പോൾ അത് ഒന്നുകൂടി വെളിവാക്കപ്പെടുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്നുകൂടി അത് വെളിവാക്കി കിട്ടാനായിട്ട് ഇടയാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. നമ്മൾക്കൊക്കെ എത്ര വയസ്സായി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എത്ര വയസ്സായി എന്ന് ചിന്തിക്കുമ്പോൾ അത്രയും പ്രായത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആലിസുട്ടി ചേച്ചിയും ടോമിച്ചായനും എത്രമാത്രം അനുഭവങ്ങളും വ്യക്തിപരമായിട്ട് അനുഭവിച്ചതിനെ കുറിച്ച് എത്ര ഇടങ്ങളിൽ അത് സാക്ഷ്യപ്പെടുത്തി എന്നുള്ളത് കണക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്ര വയസ്സായി അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. അത് ദൈവാനുഭവങ്ങളാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ചിലപ്പോൾ അതിനുള്ളൊരു അവസരം ചിലപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സെഷനിലൂടെയും അല്ലെങ്കിൽ ഒരു ധ്യാനം നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു വെളിപാട് നമുക്ക് ലഭിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വെളിപാടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു വേദിയാണ്, അവസരമാണ് ഈ ഒരു കെറിഗ്മയുടെ ഒരു കോഴ്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെഷനിലൂടെ പങ്കെടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയണം. അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്കും ഓർമ്മിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, അഭിഷേകം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. ഞാനിപ്പോൾ ഈ ഒരു സെഷനിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, എത്രമാത്രം വചനമാണ് നമ്മുടെയൊക്കെ അധരങ്ങളിലൂടെ പറയുവാനായിട്ട്, കേൾക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചത്. ഇവിടെ പറഞ്ഞ ഓരോ വ്യക്തികളും, അച്ഛൻ മാത്രമേ ചിലപ്പോൾ വചനം കുറവ് പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഓരോ അൽമായരായിട്ടുള്ള സഹോദരങ്ങളും എത്രമാത്രം വചനങ്ങൾ പഠിക്കാനായിട്ട്, പഠിച്ചത് പറയാനായിട്ട്, പഠിച്ചത് അതിന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വചനത്തിൻ്റെ അടിത്തറയിൽ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതും, വചനം തന്നെയായി ജീവിക്കാനും വചനം തന്നെയായിട്ട് അത് പങ്കുവയ്ക്കാനായിട്ടുമുള്ളൊരു ആഹ്വാനമാണ് ഈ ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെഷനിലൂടെയൊക്കെ നമുക്ക് കൈവരുക ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് സന്തോഷമുണ്ട്, ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇതിലിപ്പോൾ പങ്കെടുക്കുവാനായിട്ട് ചേർന്നിട്ടുണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വളരെ നാളുകളായിട്ടുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ വളരെ നിസ്വാർത്ഥമായ ശ്രമം അതിൻ്റെ പിന്നിൽ, ഈ ഒരു ടീമിൻ്റെ പിന്നിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് റീത്ത് വ്യത്യാസം കൂടാതെ തന്നെ എല്ലാ അൽമായ സഹോദരങ്ങളും അതുപോലെ വേദോപദേശം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഇതിനകത്ത് പങ്കുചേരാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ഇതൊരു വലിയൊരു ദൗത്യമായിട്ട്, ഒരു വലിയ മിഷനായിട്ട് മാറുകയാണ്. നമ്മൾ സ്വയം വലിയ പ്രേക്ഷിത ചൈതന്യത്തിൽ
സത്യത്തിന് സാക്ഷികളാകുന്നവരായിട്ട് മാറുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പറഞ്ഞു. ലോകമെങ്ങും എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അതൊരു നമ്മുടെ ലോകമാണ്. ഒരുപക്ഷെ നമുക്ക് സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുവാനായിട്ട് ഒരുപക്ഷെ സാധിച്ചില്ല എങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അത് അവരിലേക്ക് അവരുടെ സമീപത്തായിരിക്കുന്നവരിലൂടെ എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട്. അതുപോലെ മിഷണറി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് മനസ്സും ഹൃദയവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ശാരീരികമായിട്ട് നമുക്കതിന് സാധിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ടാണ് അത് സഫലമാകുക, അതിന് ഫലം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ ലോകമെങ്ങുമൊന്നും പോയിട്ടില്ല. പക്ഷേ ഇന്ന് വിശുദ്ധ പ്രേക്ഷിതരുടെ വലിയ മധ്യസ്ഥയായിട്ട് സഭ വിശുദ്ധയെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മുറിയിലിരുന്നു കൊണ്ട്, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവളെടുത്ത ത്യാഗത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ പരിമളമാണ് ഇന്ന് ലോകത്തിൻ്റെ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയെ സഭ ഉയർത്തിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയിരിക്കുന്ന ലോകത്തിൽ നമുക്ക് സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ പാപാവസ്ഥ എന്നുള്ള വിഷയമായിരുന്നു നമ്മളിന്ന് കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ സഹോദരൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നമ്മൾ ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് പതിയുകയായിരുന്നു. അതായത് ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തെണ്ടി നടക്കുന്ന ഒരു ഭിക്ഷാടകനെ പോലെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട്, കൊടുക്കുവാനായിട്ടും അതിനു വേണ്ടിയിട്ട് യാചിക്കുവാനായിട്ടും നമുക്കൊക്കെ കഴിയണമെന്നുള്ള ആ ഒരു വാക്ക് കൃത്യമായിട്ട് ഞാൻ ആ ഒരു സെന്റൻസ് ഓക്കെ, ബാബു വർഗീസ് ഒരു മതബോധന അധ്യാപകൻ, പ്രധാന അധ്യാപകനാണ് എന്നും കൂടിയൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ബാബു വർഗീസ് സാറിൻ്റെ ആ വലിയ ജീവിത സാക്ഷ്യത്തിന് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ ഇത്രയും വളരെ വലിയ അപകടത്തിൽ നിന്ന്, വലിയ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമായിരുന്ന ആ അവസ്ഥയിൽ ദൈവം തന്നെ പരിപാലിച്ചതിൻ്റെ ആ ഒരു ഓർമ്മ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല തവണ നമ്മുടെ ഈ സെഷനുകളിൽ പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ തന്നെ ഒരു വലിയൊരു അപകടത്തിൽ ഞാൻ പെടുകയുണ്ടായി. ഒരു ബസ്സുമായിട്ട് എൻ്റെ ബൈക്ക് കൂട്ടിയിടിച്ച് ഞാൻ ബോധരഹിതനായിട്ട് കിടക്കുന്ന അവസരത്തിൽ ആരും എന്നെ എടുക്കാനോ പിടിക്കാനോ വരാതെ ഇരുന്ന അവസ്ഥയിൽ അങ്ങ് ജർമ്മനിയിലായിരുന്ന ഒരു വൈദികന്റെ സഹോദരൻ വന്ന് ബിഷപ്പ് ഹൗസിലേക്ക് ടാക്സിയിൽ പോകുമ്പോൾ അദ്ദേഹം ആ വണ്ടിയിൽ അവിടെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുകയും അദ്ദേഹം ഇറങ്ങി വന്ന് നോക്കുമ്പോൾ എൻ്റെ ജാക്കറ്റിന് പുറത്തേക്ക് കിടന്ന ലോഹയുടെ തുമ്പ് കണ്ട് അതൊരച്ഛനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം കടന്നു വന്ന് എന്നെ ഹോസ്പിറ്റലിലാക്കുകയും പിന്നീട് അവിടെ നിന്ന് 2-3 ആശുപത്രികളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും ആംബുലൻസിൻ്റെ സ്വരം മാത്രം ഞാൻ കേൾക്കുന്നതും ഒക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതുമൊക്കെ പെടുന്നതിനിടയാക്കിയ ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ ആരാണ് ആ ഒരു വ്യക്തിയെ അവിടേക്ക് എത്തിച്ചത്, ഇതൊരു അച്ഛനാണെന്ന് തിരിച്ചറിയാനായിട്ട് ആത്മാവ് അവിടെ ആ മനുഷ്യനിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതും ഒക്കെ പിന്നീട് ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ ഇന്നിവിടെ ഞാനിപ്പോൾ ഒരു വൈദികരായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാക്കി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറയുന്ന നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും വികാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. അത്രമാത്രം നമ്മുടെ അവസ്ഥ ദൈവം എപ്പോഴും അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്.
അത് ഏതൊരു വ്യക്തിയുടെയും തിന്മ നിറഞ്ഞ അവസ്ഥകളും പാപ അവസ്ഥകളും ഒക്കെ ദൈവം അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് നന്മ ചെയ്യുവാനായിട്ടോ നമ്മളെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടോ ഒക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു തിന്മയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ പലപ്പോഴും വൈകിപ്പോകുന്നു. അപ്പോൾ ഈ നമ്മൾ തിരിച്ചറിവ്, നമ്മുടെ ഈ പാപാവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകാനായിട്ട് വേണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ആ പാപാവസ്ഥയുടെ തടസ്സം എത്രയോ 2000 വർഷങ്ങൾക്ക് മുമ്പേ കുരിശിൽ യാഗമായി അർപ്പിച്ച തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് അത് എല്ലാം മോചിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കവിടെ ആ കുരിശിൽ നമുക്ക് രക്ഷ തന്നിട്ടുണ്ട്. ആ കുരിശിൽ നമ്മുടെ പാപങ്ങളെല്ലാം മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പാപങ്ങൾ പോലും നമ്മിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് മോചനം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുവാനായിട്ടും അതിനെന്നും നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് ജീവിതത്തിൽ സാക്ഷ്യം നൽകുന്നവരായി വ്യാപരിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് നിരാശരാകുവാനായിട്ടല്ല, മറിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ കൃപ നമുക്കെപ്പോഴും വേണം. അതിന് ദൈവം നമ്മളെ സഹായിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് എപ്പോഴും കൂടെയുള്ളവനാണ്. ഇമ്മാനുവലായിട്ട് നമ്മുടെ കൂടെ ഉള്ളവനാണ്. തിരുവോസ്തിയായി അപ്പമായി നമ്മുടെ കൂടെ അവിടെ നിന്ന് വസിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാനായിട്ട്, നമ്മുടെ തിന്മകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒരിക്കലും പാപാവസ്ഥയെ ഓർത്ത് നിരാശരാകാനായിട്ടുള്ളവരല്ല നമ്മൾ, മറിച്ച് പ്രത്യാശയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ മറ്റേതൊരു മനുഷ്യന് ലഭിക്കുന്നതിനേക്കാളും വ്യക്തിപരമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് എപ്പോഴും പറയുവാനായിട്ട്, പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനുള്ള വലിയ കൃപ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. തീർച്ചയായിട്ടും ഈ സെഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതെല്ലാം നമ്മളെ കൂടുതലായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സഹായകമാകുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മതാധ്യാപകരോ എത്ര പേരുണ്ട് ഇവിടെ എന്ന് എനിക്കറിയില്ല എങ്കിൽ കൂടി മതാധ്യാപകരായിട്ടുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യം ദൈവം ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ മുന്നിലേക്ക് എത്രയോ കുട്ടികളെയാണ് ദൈവം നൽകി. 300-ലധികം പേരുണ്ട് അച്ഛാ. വളരെ വളരെ സന്തോഷം. 300-ലധികം പേരുണ്ടെന്നുള്ളത് സന്തോഷം. അപ്പോൾ ഇത്രയും അധികം 300 പേരുടെ കരങ്ങളിലേക്ക് എത്രായിരം കുട്ടികളെയാണ് ഈ ഒരു വലിയ സത്യം, സുവിശേഷ സത്യം പങ്കുവെച്ച് കൊടുക്കാനായിട്ട് ലഭിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അത് എത്രമാത്രം വലിയ അത്ഭുതമാണ്. അപ്പോൾ ഈ അത്ഭുതത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് നമ്മുടെ തന്നെ അനുഭവങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. വേറെ ഒരു ടെക്സ്റ്റ് പുസ്തകവും അതിന് ആവശ്യമില്ല. മറിച്ച് നമ്മുടെ ദൈവാനുഭവം, എപ്പോഴും പറയാറുണ്ട്, ദൈവാനുഭവവും ക്രിസ്തുവാനുഭവമുള്ളവരായിരിക്കണം വേദപാഠാധ്യാപകർ അല്ലെങ്കിൽ മതബോധന പരിശീലകരെന്ന് പറയുന്നവർ, വിശ്വാസ പരിശീലകർ എപ്പോഴും ക്രിസ്തു അനുഭവമുള്ളവരാവണം. എന്താണ് ക്രിസ്തു അനുഭവം? ഇത് തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ആ സ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കുന്നിടത്താണ് ഈ ഒരു വലിയ അത്ഭുതം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഈ കോഴ്സ് പൂർണ്ണമായിട്ടും പങ്കെടുക്കുകയും ഇനിയും ഏറെ പേരെ ഈ ഒരു കോഴ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സത്യം തിരിച്ചറിയാനായിട്ട്, സത്യം അനുഭവിച്ചറിഞ്ഞ് പങ്കുവയ്ക്കുവാനായിട്ടുള്ളവരായിട്ട് ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറാനായിട്ട് മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുക, അവരെയും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുക. ദൈവം എല്ലാവരെയും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഓരോ നിമിഷവും നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് വിവിധ വ്യക്തികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ ലോകത്തെ മാറ്റുവാനായിട്ട് നമ്മുടെ എളിയ ശ്രമം കൊണ്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ അനേകം വെല്ലുവിളികൾ നമ്മുടെ സഭയും നമ്മുടെ സമൂഹവും ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഇന്നെല്ലാ മേഖലകളിലും നമ്മുടെ കുഞ്ഞുമക്കളുടെ എപ്പോഴും പത്രമെടുത്ത് വായിക്കുമ്പോഴും മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണാനായിട്ട് സാധിക്കുക, നമ്മുടെ കുഞ്ഞുമക്കൾ പല തരത്തിൽ വഴിതെറ്റിപ്പോകുന്നു. ഇന്നത്തെ
യുവ ദമ്പതിമാരുടെ മക്കളാണ് ഇവരൊക്കെ എന്നുള്ളത് നമ്മൾ ഓർക്കുക. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഈ ദമ്പതിമാർക്ക് കിട്ടാതെ പോയ പലതും നഷ്ടപ്പെട്ടു പോയതിൻ്റെയൊക്കെ ചിലപ്പോൾ ഫലമാകാം ഇത്. പക്ഷെ ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ, ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ദൈവാനുഗ്രഹം, ദൈവകൃപ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ ആശീർവാദവും കൂടി നമുക്ക് സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ കൈകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ ഹിതമനുസരിച്ചാണല്ലോ ഇന്ന് ഈ നേരം ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു മാധ്യമത്തിലൂടെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത്. അങ്ങ് ഒരുക്കിയ ഈ ഒരു സെഷനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിരവധി വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്യുകയുമായിരുന്നു. ഞങ്ങൾ അനുഭവിച്ച, അറിഞ്ഞ, ഞങ്ങൾ കേട്ട, ഞങ്ങൾ മനസ്സിലാക്കിയ ഈ വചനവും സത്യവും ഈ എല്ലാ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കുമുണ്ട്, ദൈവത്തിൻ്റെ അനുഭവം ഉണ്ട് എന്ന് തിരിച്ചറിയുവാനും ഇനിയും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കുറെ കൂടി ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് ഞങ്ങളെയും എളിയ ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന്, ഞങ്ങളായിരിക്കുന്ന ലോകത്തിൽ ഞങ്ങൾ അതിന് സാക്ഷികളാകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് അമ്മയെ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്ത് ഉപേക്ഷിച്ചുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ഫാദർ. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്കും മിസിയോ കൂട്ടായ്മയോടുള്ള കരുതലിനും ഒത്തിരി നന്ദി. ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നാം കേട്ട ഓരോ കാര്യവും നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയുവാനും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുവാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹപൂർണമായി ചെലവഴിക്കാൻ നമ്മെ സഹായിച്ച ദൈവത്തിനും ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഒരുക്കിയ മിസിയോയുടെ എല്ലാ സഹകാരികൾക്കും നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിർത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി.